മധുരം പ്രണയം മധുരം മരിക്കാത്ത പ്രണയം ആർദ്രമിയോർമതൻ പടവിൽ ഞാനിരിപ്പോ മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വീശിയാലോ ഉലയം ഒരോളം പോൽ ഞാനിരിപ്പൂ പ്രണയം മധുരം രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിന് വേണ്ടിയിട്ടുള്ള യാത്ര ഞങ്ങൾ തുടങ്ങുകയാണ്. മലയാളി ഒരിക്കലും മറക്കാത്ത ആർദ്രമായ പ്രണയഗാനങ്ങൾ സമ്മാനിച്ച ഒരു മഹാപ്രതിഭയുടെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇടനാഴികളിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഇന്നത്തെ പുതിയ അധ്യായത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് മലയാളി എക്കാലവും കണ്ട പ്രണയഗാനങ്ങളുടെ രാജശില്പിയായ ഒരാളുടെ വീട്ടിലാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പാടിയ മലയാളത്തിൻ്റെ പ്രിയ കവി ശ്രീ വയലാർ രാമവർമ്മ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ പ്രണയത്തിലേക്ക് ആദ്യം കടന്നു വന്ന സ്ത്രീ ശ്രീമതി ചന്ദ്രമതി തമ്പുരാട്ടി. നമസ്കാരം. അപ്പോൾ ജീവിതത്തിലെ ആദ്യത്തെ പ്രണയം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആദ്യത്തെ വ്യക്തിയെ ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയില്ല. അതിനെ അമ്മ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ എല്ലാ കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. എൻ്റെ 8 വർഷത്തെ ആ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എപ്പോഴും ആ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. പിന്നെ പറയുന്നിടത്താണെങ്കിൽ നമ്മളെ സ്നേഹമായിട്ടല്ലാണ്ട് ഒരു വഴക്ക് പോലും എന്നെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. അപ്പം അങ്ങനെ വളരെ ഇതായിട്ടാണ് ജീവിതം. ഈ സ്വയം എടുത്ത തീരുമാനമാണോ ഈ വഴിമാറിക്കൊടുക്കൽ, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം ഒഴിഞ്ഞു മാറാമെന്ന് തീരുമാനിച്ചത്? അതെ, സ്വയം മാറിക്കൊടുക്കേണ്ടി വന്ന എൻ്റെ സഹോദരിക്കും കുട്ടികൾക്കും അദ്ദേഹത്തിനും യാതൊരു കുഴപ്പവും ഉണ്ടാകരുത് ഞാൻ മുഖാന്തരം. അതുകൊണ്ട് ഞാൻ മാറിക്കൊടുത്തു. ഞാൻ അവൾ നിന്ന് എന്തെങ്കിലും വഴക്ക് പിടിക്കുകയൊക്കെ ചെയ്താൽ അവർക്ക് വിഷമാകും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവർ സുഖമായിട്ട് ജീവിച്ചോട്ടെ. പിന്നെ അദ്ദേഹത്തിനാണെങ്കിലും ആ മനോവേദന ഉണ്ടായാൽ പിന്നെ ഇതുപോലെ വലിയ ആളാകാൻ പറ്റുമോ? ഇല്ലല്ലോ. മനസ്സിന് ശല്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നാൽ ഒക്കില്ലല്ലോ. അപ്പോൾ വേണ്ട, അപ്പോൾ സുഖമായിട്ട് അവർ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. തീരുമാനം അമ്മ തന്നെയാണോ സ്വന്തമായിട്ട് എടുത്തത്? അത് തീരുമാനം ഞാൻ തന്നെ എടുത്തതാണ്. ഗാനങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന തീവ്രവേദന ആരെക്കുറിച്ചും, സ്വയം വഴിമാറിത്തന്ന മരണമില്ലാത്ത പ്രണയത്തിൻ്റെ ദേവിയെക്കുറിച്ചല്ലേ? ശരിക്കും അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴേ, വഴിമാറി കൊടുക്കാം, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും സ്വന്തം ഇഷ്ടം മാറിക്കൊടുക്കാമെന്ന് തീരുമാനിച്ച നിമിഷം ശരിക്കും പറഞ്ഞാൽ മനസ്സ് വിഷമിച്ചായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴത്തേക്കും? മനസ്സ് വേദനിച്ചോന്ന് ചോദിച്ചാൽ എൻ്റെ മനോവേദന ഞാൻ സഹിക്കാം, പക്ഷെ അവരെ വിഷമിപ്പിക്കരുത്. അതാണ് ഞാൻ സഹിച്ചാൽ മതിയല്ലോ. എനിക്ക് സഹനശക്തി തരണേന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. എന്നാലും അവർക്ക് യാതൊരു തരത്തിലും വിഷമം ഉണ്ടാകരുതെന്ന്, അതാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ കുടുംബം അന്യം നിന്ന് പോകാൻ പാടില്ല അല്ലേ? അവിടെ കുട്ടികളില്ല. അവിടെ അമ്മയ്ക്ക് ഒരു മകനേ ഉള്ളൂ. അപ്പോൾ ആ മകന് വേറെ കുട്ടികളുണ്ടായില്ല, ആ കുടുംബത്തിൽ ആരുമില്ല. അപ്പോൾ പിന്നെ അമ്മയ്ക്കും അതുപോലെ ഈ 32 വയസ്സായി പ്രസവിച്ച കാരണം അതുപോലെ ഒരു സ്നേഹം കാണുമല്ലോ. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയില്ല. എനിക്ക് അല്ലാതെ ഞാൻ അവരോട് യാതൊരു വിരോധത്തിലും ഒന്നുമല്ല ചെല്ലാതിരുന്നത്. അവരുടെ ജീവിതത്തിൽ സ്വൈരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു മാത്രം. സ്വയം അങ്ങനെ മാറി നിന്നൊരു കാഴ്ചക്കാരെ പോലെ കാണുകയായിരുന്നു അല്ലേ? ജീവിതം മാറി നിന്ന്, അവരുടെ ജീവിതം മാറി നിന്ന് കണ്ടു. അത് തന്നെ.
അദ്ദേഹം പിന്നെ ഇടയ്ക്കൊക്കെ വരാറുണ്ടോ? പിന്നെ അതുണ്ടായിരുന്നു, വരാറുണ്ട്, വരാറൊക്കെ ഉണ്ട്. വന്നാൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വെച്ചൊക്കെ പോകും, ഒക്കെ വരും. കാണില്ല എന്നൊന്നുമില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ചെന്ന് അതിലെ വിഷമിപ്പിക്കരുതെന്ന്. എന്നാലും ഇടയ്ക്ക് ഞാനും പോകാറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ അവിടെ വന്നാൽ എന്നെ വിളിക്കും. 3-4 ദിവസമൊക്കെ പോയി അവിടെ നിൽക്കാറുണ്ട് ഞാൻ. ഒക്കെ ഉണ്ട്, അങ്ങനെ വിട്ടു നിന്നിട്ടൊന്നുമില്ല.